കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ സി.ജെ. റോയിയുടെ മരണശേഷം കമ്പനിയുടെ ആദ്യ വാർത്താ സമ്മേളനം വൈകിട്ട് കൊച്ചിയിൽ 4 മണിക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് എം.ഡി. ടി.എ. ജോസഫ് മാധ്യമങ്ങളെ കാണും. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് സൂചന. റോയിയുടെ മരണം, തുടർന്നുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഗ്രൂപ്പിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നത് നിർണായകമാണ്. അതേസമയം കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കൊച്ചിയിലെത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഡോക്ടർ സി.ജെ. റോയിയുടെ മരണശേഷം ആ സമയം തന്നെ ഈ എം.ഡി. ടി.എ. ജോസഫ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതാണ്, കുടുംബാംഗങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷെ അതിനുശേഷമാണ് ഈ റോയിയുടെ ഡയറി കുറിപ്പ് പുറത്തു വന്നപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമല്ല, അതിനപ്പുറം ചില സാമ്പത്തികമായ ബാധ്യതകൾ, സാമ്പത്തികമായ ചില ഇടപാടുകളൊക്കെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന രീതിയിലുള്ള ചില സൂചനകൾ വരുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണവും നീങ്ങുന്നത്. ഇന്ന് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ എം.ഡി. മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം ഈ റോയിയുടെ മരണശേഷം പല രീതിയിലുള്ള കഥകൾ, അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. കാരണം ഇവിടെ ചില സാമ്പത്തികമായ തട്ടിപ്പ് റോയി നടത്തിയിട്ടുണ്ട്, സാമ്പത്തികമായ ചില ഇടപാടുകൾ, മറ്റ് വഴിവിട്ട ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് നിക്ഷേപകരൊക്കെ ആശങ്കയിലായിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഇന്നത്തെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വൈകിട്ട് 4 മണിക്ക് താജ് വിവാന്തയിൽ വെച്ചാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് എം.ഡി. മാധ്യമങ്ങളെ കാണുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം നേരത്തെ തന്നെ അവർ പല ആവർത്തി വ്യക്തമാക്കിയിരുന്നു. റോയിയുടെ മകനടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കോൺഫിഡന്റ് ഗ്രൂപ്പ് യാതൊരു വിധത്തിലും പ്രതിസന്ധി നേരിടുന്നില്ല. ഈ പറയുന്നത് പോലെ, അഭ്യൂഹങ്ങളിൽ പരക്കുന്നത് പോലെ ഏതെങ്കിലും തകർച്ചയുടെ വക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സംരംഭകരിൽ നിന്നും തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിലേക്ക് ഒന്നുമല്ല കോൺഫിഡന്റ് ഗ്രൂപ്പ് പോകുന്നത്. കൂടുതൽ സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു എന്ന് കൂടി നേരത്തെ തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടിയിട്ടായിരിക്കും ഇന്ന് മാധ്യമങ്ങളെ കാണുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 4 മണിക്ക് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ SIT സംഘം ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തി അവരുടെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യലും തുടർന്നുള്ള തെളിവെടുപ്പ്, വിവരശേഖരണം ഇതെല്ലാം നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ ദിവസം അവരെത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിലും ചില കാലതാമസം നേരിടുന്നുണ്ട്. ചിലപ്പോൾ അതിനുമൊക്കെ ഒരു വ്യക്തത ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൈവരുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോയിയുടെ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ളൊരു ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിലായിരുന്നു ഈ വിദേശത്തു നിന്നടക്കം തിരിച്ചടി നേരിട്ടു, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് തകർച്ചയുടെ വക്കിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബാധ്യതയിലേക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇന്നൊരു പത്രസമ്മേളനം വിളിച്ച് അവരുടെ മുന്നോട്ടുള്ള ഏത് രീതിയിലാണ് ആ കോൺഫിഡന്റ് ഗ്രൂപ്പ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സംരംഭകരെയൊക്കെയാണ് അവരെ ക്ഷണിച്ചിരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അറിയാനും സാധിക്കും. അതോടൊപ്പം തന്നെ റോയിയുടെ മകനായിരിക്കും ഇനി പുതിയ ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ ഡയറി കുറിപ്പിലടക്കം കമ്പനി എങ്ങനെ കൊണ്ടുപോകണം, മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനുള്ള നിർദ്ദേശം റോയ് എഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി മകനായിരിക്കും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചുമതലയിൽ വരിക. ആ രീതിയിലേക്കും ഈ സംരംഭകരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടിയായിരിക്കും ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ SITയുടെ അന്വേഷണം ഒരു ഭാഗത്തുകൂടി പുരോഗമിക്കുകയാണ്. അതിൽ റോയിയുടെ മരണത്തിന്റെ കാരണം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള കാരണങ്ങൾ റോയിക്കുണ്ടോ എന്ന ചോദ്യത്തിന് സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുടുംബാംഗങ്ങൾക്കോ ഒന്നും തന്നെ ഉത്തരമില്ല. ആകെ അറിയാവുന്നത് റോയ് സന്തോഷവാനായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. സഹോദരൻ പറയുന്നതനുസരിച്ച് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ തുടർന്ന് മാത്രമാണ് റോയിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ ആ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. കുടുംബത്തോടടക്കം മാപ്പ് പറയുന്നുണ്ട്. അതായത് റോയ് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയായാണ് നമുക്ക് ആ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അന്വേഷണത്തിൽ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എന്തായാലും ഉടനെ തന്നെ റോയിയുടെ മരണത്തിന്റെ കാരണവും വ്യക്തമാകാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത് കേട്ടോ. എന്തായാലും കർണാടകയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. റോയിയുടെ ഇവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ, ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടും
കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്ന് തന്നെ കരുതാമല്ലേ നവമി? ടോം, ആദ്യം ഈ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം ആദായ നികുതി വകുപ്പിന്റെ ഒരു സമ്മർദ്ദം കാരണമാണ് റോയ് മരിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബവും കമ്പനിയും ഒക്കെ. പക്ഷെ പിന്നീട് ആ നിലപാട് മാറ്റുകയും SITയുടെ അന്വേഷണത്തിൽ സംതൃപ്തി ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അന്വേഷണം ഇത്രയും കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തെ അവർ ഏത് വിധേനയാണ് സ്വാഗതം ചെയ്യുന്നത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടോ എന്നതിലൊക്കെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തത കൈവരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. SITയുടെ അന്വേഷണത്തിൽ നേരത്തെ ഈ ബംഗളൂരുവിലുണ്ടായിരുന്ന CJ റോയിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്നു, റോയിയുടെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നെല്ലാം കിട്ടുന്ന ഉത്തരം റോയിക്ക് പ്രത്യേകിച്ചുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നതായി തോന്നിയില്ല. വളരെ സന്തോഷവാനായിരുന്നു, സാധാരണ പോലെ തന്നെയാണ് പെരുമാറിയത്. പക്ഷെ കുടുംബം പറയുന്നത്, ഭാര്യ അടക്കം SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് റോയി ഈ വിഷാദ രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്നു. ബംഗളൂരുവിലെ തന്നെ ഒരു ആശുപത്രിയിൽ വിഷാദ രോഗത്തിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു എന്ന് കുടുംബം പറയുന്നു. അങ്ങനെ റോയിയെ പോലെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊന്നും അറിയാത്ത തരത്തിൽ അത്രയും സന്തോഷവാനായിരുന്ന റോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷാദ രോഗം വരാൻ കാരണമെന്നാണ് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഗാഡ്ജറ്റിലെ വിവരങ്ങൾ, മറ്റ് ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പൂർണ്ണമായും കൈമാറണം, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് കുടുംബത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുടുംബം ഇപ്പോഴും കാരണം ബംഗളൂരുവിൽ തന്നെയാണോ? അതെ, കാരണം ടോം, നേരത്തെ ചോദ്യം ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് തങ്ങളിപ്പോൾ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. റോയി മരിച്ചതിന്റെ ആഘാതത്തിൽ നിന്നും ഭാര്യയും മക്കളും ഇപ്പോഴും മുക്തരായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ചോദ്യം ചെയ്യലിന് മുന്നിൽ തങ്ങൾക്ക് വരുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ മൊഴി എടുക്കുവാനോ ചില മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അല്പം സമയം തരണം എന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബത്തിനോട് SIT അറിയിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം എടുത്തോളൂ, പക്ഷെ ബംഗളൂരു വിട്ടു പോകരുത്. അവർ ദുബായിലാണ് ഇവർ സെറ്റിലായിട്ടുള്ളത്, അങ്ങോട്ടേക്ക് പോകരുത്, ബംഗളൂരിൽ തന്നെ തുടരണം. അതോടൊപ്പം തന്നെ റോയിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, മറ്റ് മൊബൈൽ ഫോണുകൾ, ഇതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കണം. ബംഗളൂരിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല, ഈ രേഖകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോയിയുടെ കുടുംബത്തോട് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം കൈവശം വെച്ച് ഈ ചോദ്യം ചെയ്യലിന് അടുത്ത പ്രാവശ്യം എത്തുമ്പോൾ, ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഇതെല്ലാം സമർപ്പിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം നൽകണമെന്നൊരു നിർദ്ദേശം കൂടി SIT നൽകിയിരിക്കുന്നത്. അവരിപ്പോഴും ബംഗളൂരിൽ തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അവരെയും വിശദമായി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് ഈ ഡയറിക്കുറിപ്പിനെ കുറിച്ചും ഈ വിഷാദ രോഗത്തിൽ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചതും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കൊച്ചിയിൽ നടക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.